എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഏകദേശം മെയ് 10-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in, iExam മൊബൈൽ ആപ്ലിക്കേഷൻ, സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴിയും അതുപോലെ തന്നെ result.kite.kerala.gov.in എന്ന കൈറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർക്ക് അതിനുവേണ്ടിയും അപേക്ഷിക്കാം. ഈ റീവാലുവേഷന് 500 രൂപയാണ് ഫീസ്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് പരീക്ഷ റിസൾട്ട് വന്ന ശേഷമുള്ള ആ ഒരു മാർക്കിനേക്കാൾ 10% കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന പൈസ, അതായത് 500 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. 10% എന്ന് പറയുമ്പോൾ 80 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ ഈ ഒരു 8 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം കൂടിയിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു രീതിയിൽ 500 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫോട്ടോ കോപ്പിക്കോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്കോ ഈ ഒരു റീഫണ്ട് ലഭ്യമല്ല. ഈ ഒരു റീവാലുവേഷന് മാത്രമാണ്, അത് 10% മാർക്ക് കൂടുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു റീഫണ്ട് സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം പരിശോധിക്കുക. അത് നിങ്ങൾ +1 സബ്ജക്റ്റ് ആണോ തോറ്റത് അല്ലെങ്കിൽ +2നാണോ തോറ്റത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് +2ൻ്റെ സേ പരീക്ഷയാണ് എഴുതാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു +2ൻ്റെ സേ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +1 എത്ര മാർക്കാണോ കുറവുള്ളത് ആ ഒരു മാർക്കും അതുപോലെ തന്നെ +2 ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കും കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു കെമിസ്ട്രി എടുക്കാം. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് +1 കിട്ടിയത് 10 മാർക്ക്, എന്നാൽ നിങ്ങൾക്ക് +2 കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 18 മാർക്കാണ് +2 കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് +2ൻ്റെ സേ പരീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ +1ൻ്റെ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ പിന്നീട് 2026 +1ൻ്റെ പബ്ലിക് എക്സാമിനേഷനിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ +2 പബ്ലിക് എക്സാമിന് ശേഷം +2 സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 18 മാർക്കും ഈ ഒരു ഇവിടെ 18 മാർക്കിന് കുറവുള്ള ആ ഒരു 8 മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു 8 മാർക്കും കൂടി ടോട്ടൽ 26 മാർക്ക് വിദ്യാർത്ഥികൾ ഈ ഒരു +2 സേ പരീക്ഷയിൽ വാങ്ങിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ പിന്നീട് +2 സേ പരീക്ഷയിലും ജയിക്കാൻ പറ്റുക. ഇനി നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് വിവിധ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കാം. ആദ്യം SSLCയുടെ അതുപോലെ +2ൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മൊബൈൽ ആപ്ലിക്കേഷനാണ് iExam മൊബൈൽ ആപ്ലിക്കേഷൻ. iExam മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതുപോലെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഈ 2 ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അടുത്ത വെബ്സൈറ്റ് നോക്കാം. ഒന്നാമത്തേത് kerala-results.nic.in എന്നുള്ള കേരള റിസൾട്ട്സ് ഈ ഒരു +1 +2 റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വെബ്സൈറ്റാണ് kerala-results.nic.in. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് result.kite.kerala.gov.in എന്നുള്ള കൈറ്റിൻ്റെ വെബ്സൈറ്റാണ്. ഇതുവഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇനി എങ്ങനെ റിസൾട്ട് അറിയാം എന്നത് നോക്കാം. kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റാണിത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSC റിസൾട്ട്സ് 2025 എന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു DHSC NSQF റിസൾട്ട്സ് 2025 എന്നുണ്ടാവും. അതുപോലെ തന്നെ VHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് റിസൾട്ടാണ് അറിയുന്നത് ആ ഒരു റിസൾട്ടിന് നേരെയുള്ള, അതായത് ആ ഒരു റിസൾട്ടിൻ്റെ പേരൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പർ, അതായത് നിങ്ങളുടെ ഈ ഒരു +2ൻ്റെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ നൽകുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അത് ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ റിസൾട്ട് ഓൾറെഡി, അതായത് ഇൻഡിവിജ്വൽ റിസൾട്ട് ഓൾറെഡി നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റിസൾട്ട്, അതായത് നിങ്ങളുടെ സ്കൂളിലെ ഈ ഒരു
+2 പരീക്ഷയുടെ അത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം ഉൾപ്പെടെയുള്ള റിസൾട്ട് അറിയണമെങ്കിൽ ഇവിടെ സൈഡിലായിട്ടുള്ളൊരു സിമ്പിൾ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ CE മാർക്ക് ഉൾപ്പെടെയുള്ള അതായത് +1 +2 ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഈ ഒരു നിങ്ങളുടെ ഇൻഡിവിജ്വൽ അല്ലാത്ത റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് 2 വർഷത്തെ മാർക്ക്, TE, CE, PE അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ടോട്ടൽ മാർക്കാണ് ഓരോ സബ്ജക്റ്റിനും കാണിക്കുക. അല്ലാതെ 2 വർഷത്തെ മാർക്കും സെപ്പറേറ്റ് ആയിട്ട് അതായത് എല്ലാ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് പരിശോധിക്കാൻ പറ്റുന്ന ആ ഒരു സംവിധാനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല. ഇൻഡിവിജ്വൽ റിസൾട്ടിൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും CE മാർക്ക് എത്രയുണ്ട്, പ്രാക്ടിക്കലിന് എത്രയുണ്ട്, അതുപോലെ TE മാർക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എത്രയുണ്ട്, ഗ്രേസ് മാർക്ക് എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇൻഡിവിജ്വൽ റിസൾട്ടിൽ മാത്രമാണ് രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ +2വിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം ആയിരുന്നാലും അതുപോലെ തന്നെ നിങ്ങൾ റെഗുലർ വിഭാഗം അതായത് ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും +2 തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. +2 തോറ്റ വിദ്യാർത്ഥികൾക്ക് +2 സേ പരീക്ഷയും അതുപോലെ തന്നെ +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ +2 റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് നിങ്ങളുടെ സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുകയും തോൽക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു സേ പരീക്ഷ എഴുതി ജയിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.